അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ ജസ്ന സലീമിൻ്റെത്. ജസ്ന സലീം ചെയ്ത തെറ്റെന്താണ്? മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടി കൃഷ്ണൻ്റെ ഒരു പടം വരച്ചു. ചുമ്മാ ഒന്ന് വരച്ചു നോക്കിയതാ, ഒരു കൗതുകത്തിന്. പക്ഷെ അത് അവൾക്കൊരു വരുമാന മാർഗമായി. അപ്പോൾ അത് വിജയിക്കും എന്ന് കണ്ടപ്പോൾ അവൾ വീണ്ടും വരയ്ക്കാൻ തുടങ്ങി. അതിൻ്റെ വിൽപ്പന തുടങ്ങി, പല ആളുകളും മേടിച്ചു തുടങ്ങി. ഗുരുവായൂരമ്പലത്തിൽ വരെ അത് കൊണ്ടുപോയി മേൽശാന്തിക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ സുരേഷ് ഗോപി സാറിന് കൊടുത്തു. വെളിനാടുകളിലേക്കെല്ലാം, വിദേശ രാജ്യങ്ങളിലേക്കെല്ലാം അയച്ചു കൊടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും അവളുടെ കുടുംബത്തിന് ആ പടം വരെ ഒരു രക്ഷയായി. അവൾക്കറിയാവുന്ന ആകെ ഒരു തൊഴിൽ, അവളുടെ കുടുംബം പോറ്റാനായിട്ട് വരച്ചു തുടങ്ങിയതാണ്. അത് അവൾക്ക് ഒരുപാട് പേര് നേടിക്കൊടുത്തു. കുറഞ്ഞ കാലത്ത് അവളുടെ പേര് മാത്രമേ ഉള്ളായിരുന്നു, അവളുടെ വാർത്തകൾ മാത്രമേ ഉള്ളായിരുന്നു നമ്മുടെ നല്ല കാര്യങ്ങൾ. അതായത് ഈ പടം വര, ഈ കൃഷ്ണൻ്റെ പടം വരച്ച ആ ഒരു മുസ്ലിം സമുദായത്തിൽ പെട്ട ഒരു കുട്ടി ആയതുകൊണ്ടാണ് അവൾക്ക് ഇത്രയും കീർത്തി നേടിക്കൊടുത്തത്. പെട്ടെന്നാണ് അവൾ വൈറലായി മാറിയത്. സത്യം പറഞ്ഞാൽ ആ വാർത്തകൾ കാണുമ്പോഴെല്ലാം വളരെ സന്തോഷമായിരുന്നു ആ കുട്ടി ഇങ്ങനെ ഒരു പടം വരയ്ക്കുന്നത്. നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ കുറച്ച് ആളുകൾക്ക് അത് ഇഷ്ടമായില്ല. അതുകൊണ്ട് ആ കുട്ടിയെ മാനസികമായിട്ട് ഒരുപാട് പീഡിപ്പിച്ചു. പല വ്യാജ പ്രചരണങ്ങൾ നടത്തിയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ആ കുട്ടിയെ. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിയുടെ അവസ്ഥ വളരെ മോശമാണിപ്പോൾ. ഇപ്പം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. കൂടുതൽ ആധികാരികമായിട്ടൊന്നും നമുക്ക് പറയാൻ അറിയില്ല, ആ കുട്ടിയെക്കുറിച്ച് കൂടുതലായിട്ടും നമുക്കറിയില്ല. എങ്കിലും ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് അവളുടെ കുടുംബം പോറ്റാൻ അവൾക്ക് ആകെ അറിയാവുന്ന ഒരു കഴിവ്, അത് സ്വയം അത് നേടിയെടുത്ത് സ്വന്തമായിട്ട് പടം വരച്ച് അവൾക്ക് ദൈവികമായിട്ട് കിട്ടിയ ഒരു കലയാണ് അത്. അങ്ങനെ ആർക്കും പടം വരയ്ക്കാൻ പറ്റത്തില്ല. അതിനൊക്കെ ചിലർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, നമുക്ക് പറ്റില്ല. അപ്പോൾ ആ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ അവൾക്ക് ആകെ പറ്റുന്ന അവളുടെ കഴിവ് അവളത് പരിപോഷിപ്പിച്ച് നല്ല രീതിയിൽ അവൾക്ക് അറിയാവുന്ന പോലെ അവൾ നല്ല രീതിയിൽ കൃഷ്ണൻ്റെ പടം വരച്ചു. എനിക്കൊന്നേ പറയാനുള്ളൂ, അതായത് ഒരു സമുദായത്തിൽപ്പെട്ട ഒരാൾ വേറൊരു സമുദായത്തിലെ ഈശ്വരന്മാരുടെ പടം വരച്ചുകൂടെ? ഇപ്പോൾ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ ഏതെല്ലാം ജനങ്ങൾ പോകുന്നു, ഏതെല്ലാം സമുദായത്തിൽപ്പെട്ട ആളുകൾ പോകുന്നു. ക്രിസ്ത്യൻ സമുദായം പോകുന്നു, മുസ്ലിം സമുദായം പോകുന്നു, അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല. ശബരിമല, അവിടെ ആരെല്ലാം പോകുന്നു, ഏതെല്ലാം സമുദായത്തിൽപ്പെട്ട ആളുകൾ പോകുന്നു, അവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല. അവിടെ മതവും ഇല്ല, ജാതിയിലും ഒന്നുമില്ല. പക്ഷെ ഈ കുട്ടി മാത്രം ഒരു പടം വരച്ചു. അതിൻ്റെ ഉപജീവനത്തിന് വേണ്ടി, അതിൻ്റെ അരിമാർഗത്തിന് വേണ്ടി, അവരുടെ കുടുംബത്തെയും മക്കളെയും രക്ഷപ്പെടുത്താൻ വേണ്ടി, അവരുടെ ആഹാരമാർഗത്തിന് വേണ്ടി അവളൊരു പടം വരച്ചു പറഞ്ഞിട്ടാണ് ആ കുട്ടിക്ക് ഇത്രയും പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. ഒരു പെൺകുട്ടി എന്ന പരിഗണന എന്ന് വെച്ച്, ഒരു സ്ത്രീ എന്ന ഒരു പരിഗണന വെച്ച് നമുക്ക് വളരെ സങ്കടമുള്ളൊരു കാര്യമാണ് ആ കുട്ടിയുടെ കാര്യം. എന്തായാലും നമ്മുടെ ഈ ഇന്ത്യ മതേതരത്വ രാഷ്ട്രമാണെന്നാണ് പറയുന്നത്. പക്ഷെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ മാത്രമേ, പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമേ ഉള്ളൂ സമുദായവും മതവും ജാതിയും ഒക്കെ. അപ്പം ഏക ദൈവമേ ഉള്ളൂ. എല്ലാവരും ഈശ്വരവിശ്വാസികളാണ്. നമ്മളൊരു സമുദായത്തിൽ ജനിച്ചു എന്നും പറഞ്ഞിട്ട് ഇന്ന സമുദായമാണെന്നും പറഞ്ഞല്ല നമ്മൾ ജനിക്കുന്നത്. നമ്മൾ ഒരു മതത്തിൽ അങ്ങ് വിശ്വസിച്ച് പോവുകയാണെങ്കിൽ അങ്ങനെ അങ്ങ് പോകുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ ഹിന്ദു സമുദായത്തിലാണെങ്കിലും ഞാൻ പള്ളികളിൽ പോകാറുണ്ട്, മെഴുകുതിരി കത്തിക്കും, പ്രാർത്ഥിക്കും. ഏതൊരു കുരിശടി കണ്ടാലും നമ്മൾ കൈയെടുത്ത് തൊഴും. അതുപോലെ തന്നെ മുസ്ലിം പള്ളിയുടെ പ്രാർത്ഥന നമുക്ക് അറിയില്ലെങ്കിലും മുസ്ലിം പള്ളികളുടെ ആ ഒരു എന്താ പറയുക, അവരുടെ മോസ്ക് അങ്ങനത്തെ അല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണോ മുസ്ലിം പള്ളിക്ക്? അപ്പം അതിൻ്റെ മുന്നിൽ കൂടി നമ്മളൊരു യാത്ര പോകുമ്പോഴാണെങ്കിലും അറിയാതെ ദൈവമേ, അവരുടെ അല്ലാഹു എന്ന് നമുക്ക് അറിയാതെ മനസ്സിൽ ദൈവമേ എന്ന് പറഞ്ഞു പോകും. അതൊരു കുറ്റമല്ല. നമുക്ക് എല്ലാ മതത്തിലും നമുക്ക് വിശ്വാസമുണ്ട്. അതിൻ്റെ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് എല്ലാം ഒരു ദൈവമാണെന്ന്. എല്ലാവർക്കും ഒരു ദൈവമേ ഉള്ളൂ, മനുഷ്യനൊന്നും ജാതി മാത്രമേ ഉള്ളൂ. ഇതിനകത്തിൽ നമ്മൾ കുറച്ച് നാൾ മാത്രമേ നമ്മൾ ജീവിച്ചിരിക്കുള്ളൂ. ചുരുങ്ങിയ കാലയളവ് മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ, അല്ലേ? അപ്പോൾ ആ സമയം അത് നീർക്കുമിള പോലെയുള്ളതാണ് നമ്മുടെ ജീവിതം. അതായത് ഒരു നിമിഷം കുമിളയെ ഒറ്റ നിമിഷം കൊണ്ട് അത് പൊട്ടിപ്പോവും. നമ്മുടെ ജീവിതം അങ്ങനെ ഇല്ലാണ്ടായിപ്പോവും, ഒരു ജീവൻ ഇല്ലാണ്ടായിപ്പോവും. അപ്പോൾ ആ ചുരുങ്ങിയ സമയം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം തന്നിരിക്കുന്ന ആ വരം നമ്മൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം. കാരണം ഒരാളെയും മുറിവേൽപ്പിക്കാതെയും കുത്തിനോവിക്കാതെയും സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടും ആയുഷ്കാലം നമുക്ക് എത്രയാണോ നമുക്ക് ആയുസ്സുള്ളത്
അത്രയും നമ്മൾ എല്ലാവരും സന്തോഷമായിട്ട് ജീവിച്ചിരിക്കണം. അതുകൊണ്ട് ഈ കുട്ടിയെ ആ കുട്ടിയുടെ കാര്യങ്ങൾ നമുക്ക് ആധികാരികമായിട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്കൊന്നും അറിയില്ല, ഫുൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്കറിയില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങൾ ആ കുട്ടിയുടെ സങ്കടം മാത്രം. കാരണം അത് ഉപജീവന മാർഗത്തിന് വേണ്ടി സ്വീകരിച്ച ഒരു മാർഗം, അതിനെ അതിൻ്റെ തൊഴിലായിട്ട് കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആർക്കും ആ കുട്ടിയെ സഹായിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? എനിക്ക് പറ്റത്തില്ല. അപ്പം നമ്മൾ ഈ കുറ്റം പറയുന്നവരൊന്ന് ചിന്തിച്ച് നോക്കണം. ആ കുട്ടിയെ നമുക്ക് സഹായിക്കാൻ പറ്റത്തില്ല, അതിൻ്റെ കുടുംബം രക്ഷപ്പെടുത്താൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അത് കണ്ടുപിടിച്ചൊരു മാർഗമാണ് ഈ പടം വര എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് മോശമായിട്ടൊരു കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പരിഗണനയിൽ നമ്മൾ ഇത് എടുക്കാവുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും ഇനി ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും ആ കുട്ടിയെ ഒരുപാട് കുറ്റപ്പെടുത്താതിരിക്കുക. അതിനു വേണ്ടി അതിപ്പം വളരെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ അവസ്ഥ എന്ന് പിന്നെ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല. എങ്കിലും ആ കുട്ടിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അതിൻ്റെ കുടുംബത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം അടുത്ത ഒരു കണ്ടിന്യൂമായി വരുന്നവരെ എല്ലാവർക്കും ബായ്.